ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്ട്രീമർ ബോയ്. സോ ഗൈസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗ്രാനി ലെഗസിയുടെ വേറൊരു വീഡിയോ ആയിട്ട്. ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാനായിട്ട് പോകുന്നത് ഗ്രാനി ലെഗസി വിത്ത് അപ്പൂപ്പനാണ്. നമ്മളിന്ന് ഗ്രാനീനെ ഒഴിവാക്കുകയാണ്. നമുക്കിന്ന് അപ്പൂപ്പനെ കൊണ്ടൊന്ന് കളിച്ചു നോക്കാം. വീഡിയോ ആണെന്ന് എല്ലാവരും മാക്സിമം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. കമോ. ഓക്കെ, ഡേ 1 പിന്നെ അല്ല. ഓക്കെ, എഴുന്നേൽക്കുന്നുണ്ട് ചങ്ങായി പയ്യെ. ഓക്കെ 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 സെറ്റ്. എന്തായാലും ഈ പുള്ളിക്കാരൻ എവിടെ നിന്ന് ഒരു പിടിയുമില്ല. നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാം ഗൈസ്. പുള്ളിക്കാരൻ എനിക്കൊരു പിടിയുമില്ല. നമുക്ക് നോക്കി നോക്കാം. ഓ, പുള്ളിക്കാരൻ അതിൻ്റെ അകത്താണ് ഗൈസ്. ഓക്കെ ഓക്കെ, പുള്ളിക്കാരൻ ചെവി ആക്കത്തില്ല. ചെറിയൊരു പ്രശ്നമുണ്ട്. ഓ ഭാഗ്യം ഗൈസ്, പുള്ളി കക്കൂസിൻ്റെ അകത്തോട്ട് പോയി. ഈ സമയത്ത് വേഗം വെപ്പങ്ങി എടുക്കാം. പുള്ളി ടോയ്ലറ്റിൻ്റെ അകത്ത് എന്താ പരിപാടി? എന്റെ പൊന്നെ, ഞാൻ പാവാണ്. എന്നാ ഓ ഭാഗ്യം, പുള്ളി അങ്ങോട്ട് പോയി. പുള്ളി അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, പുള്ളി അവിടെ നിൽപ്പുണ്ട്. ഞാൻ പുള്ളിക്കാരൻ പുള്ളി തിരിച്ചു ചേട്ടാ, ഇങ്ങോട്ടേക്ക് വാപ്പ. അപ്പം ശരി എന്നാ, നമുക്ക് വെപ്പം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഗ്രാനിയൊന്നും ഇല്ല, അതുകൊണ്ട് പിന്നെ സേഫാണ്. പുള്ളിയുടെ വേസ് നമുക്ക് കണ്ടുപിടിക്കണം. പുള്ളിയുടെ വേസ് എവിടെയാണെന്ന് അറിയത്തില്ല. ഗ്രാൻഡ് പാസ് വേസ് എന്ന് പറഞ്ഞൊരു ബുക്ക് പിടിച്ചിട്ടുണ്ട്. ബുക്കിൻ്റെ ആവശ്യമില്ല. നമ്മൾ ക്ലിച്ച് ഉപയോഗിച്ച് നമ്മൾ പോകും. നമുക്ക് പക്ഷെ നമുക്ക് ഗ്രാൻഡ് പേയുടെ വേസ് കണ്ടുപിടിക്കണം. ഗ്രാൻഡ് പേയുടെ വേസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രാൻഡ് പേനെ വിളിച്ചു വരുത്താം. നമുക്കാണ് നമ്മൾ ഇന്നലെ കളിച്ച സെയിം സാധനങ്ങൾ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമായി. ഡ്രൈവർ കൊണ്ട് കാർ കീ തുറക്കേണ്ട ആവശ്യമില്ല. സിവർ എസ്കേപ്പ് തന്നെ ചെയ്യാം. ഓക്കെ, ക്രോസ് ബോർഡ് വെച്ചേക്കാം ഗൈസ്. ആവശ്യം വരുമായിരിക്കും. വരണമല്ലോ, ആവശ്യം വരുമായിരിക്കും. നമുക്ക് ചെയിൻ കട്ടർ നമ്മൾ ഇന്നലെ മറ്റേ കിച്ചണിൽ നിന്നാണ് കിട്ടിയത്. ഇവിടെ തപ്പി നോക്കാം. ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു? കിട്ടിപ്പോയി. പുള്ളി എഴുന്നേക്കാനുള്ള സമയമൊന്നും ആയില്ലെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. നമുക്ക് ഈ ക്രോസ് ബോ കൊണ്ട് വെള്ളത്തിൻ്റെ അകത്തിടാം. എന്നിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അകത്തോട്ടല്ലേ ചാടുന്നേ. നമുക്ക് വേഗം അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? നല്ല ഐഡിയ അല്ലേ? ക്രോസ് ബോയിൻ്റെ അകത്ത് കിടപ്പുണ്ട്. നമുക്കിനി ഈ സ്ക്രൂ ഡ്രൈവർ അല്ല ചെയിൻ കട്ടർ കൊണ്ട് പോകാം. എന്തെങ്കിലും കൊണ്ടൊക്കെ പോകാം. നമുക്ക് കറക്റ്റ് അതിൻ്റെ അകത്തിട്ട് കയറണം ഗൈസ്. കറക്റ്റ് നടക്കുന്നില്ല ഗൈസ്. ചില സമയത്ത് എൻ്റെ പൊന്ന് ഗൈസ്, ഇത് 1/2 മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു. ഇവിടേക്ക് അപ്പാപ്പൻ വരുന്നുണ്ടെന്ന് നോക്കണേ. അപ്പാപ്പൻ ചിലപ്പം പറയാൻ പറ്റത്തില്ല ഗൈസ്, ചതിക്കും. ഓക്കെ, നമ്മൾ സിവറിലെത്തിയിരിക്കുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നേരെ പോയി ചെയിൻ അങ്ങ് കട്ട് ചെയ്തിട്ടേക്കാം. നമ്മൾ ഓക്കെ ഓക്കെ ഗൈസ്, നമ്മൾ ആ കാര്യം നോക്കി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ള എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിനി നേരെ അപ്പുറത്തോടെ അടി ക്രോസ് ബോ എടുക്കാം.
ഗൈസ് നമ്മളാണ് ഇവിടെ ഇറച്ചി എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും ഗ്രാൻഡ് എന്തോ ഒരു ഫോട്ടോ ഒക്കെ തട്ടിട്ട് മനസ്സിലായി. പുള്ളിക്കാരൻ മറ്റേ ബാക്കിയാടിലാണ് ഗൈസ്. വേഗം പോകാം, ഓടിത്തള്ളാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്, വെപ്പൺ കീയുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ പിന്നെ വാതിൽ തുറന്നുകൊണ്ടിരിക്കുക ഗൈസ്. അവിടെ പുള്ളീനെ കൊണ്ടില്ല, ശല്യമായിരുന്നു. പുള്ളീനെ വേഗം വിളിച്ചു വരുത്താം ഗൈസ് നമുക്ക് എന്തായാലും. പാപ്പാ പോയി, പുള്ളി വരുന്നൊന്നുമില്ലെന്ന് തോന്നുന്നു. പുള്ളി ഇതിൽ പാപ്പാ ഇങ്ങ് വന്നേ. പാപ്പാ വാക്സിനേഷൻ എടുക്കണ്ടായി, ഓടി വാ. ശരിയെന്നു അപ്പാപ്പൻ്റെ കാര്യത്തിൽ അപ്പാപ്പൻ മടിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് ക്രോസ് ബോ കൊണ്ട് നേരെ വെള്ളത്തിൻ്റെ അകത്തോട്ട് തന്നെ ഇടാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനി ക്രോസ് ബോയുടെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഒരു ക്രോസ് ബോ നമുക്ക് നേരെ വെള്ളത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇതുപോലെ ഒന്ന് തള്ളി. പക്ഷെ നമുക്കിനി സ്പെഷ്യാലിറ്റി ഒക്കെ കണ്ടുപിടിക്കണം ഗൈസ്. 1 മണിക്കൂർ എടുക്കും അതൊക്കെ കണ്ടുപിടിക്കുമ്പം തന്നെ. വേഗം ഇറച്ചി ഓടിക്കൊണ്ടുപോകാം ഗൈസ്. നമുക്ക് മറ്റേ വിഞ്ചി ഹാൻഡിലിട്ട് തിരിക്കുകയും വേണം ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് 1 മണിക്കൂർ പിടിക്കും ഇതൊക്കെ കഴിയുമ്പോഴത്തേനും. പാപ്പനവിടെ മൂക്കും കുത്തി വീണ് കിടപ്പുണ്ട്. ഓക്കെ, ഇവിടെ ഇറച്ചി ഇങ്ങോട്ടേക്ക് ഇട്ടിട്ടുണ്ട്, നമുക്ക് പോകാം. അതാരിത്? പാപ്പൻ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ഗൈസ്? അങ്ങനെന്തായാലും നമ്പർ 1 അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൻ്റെ അകത്തുനിന്ന് വേറെ എന്തൊക്കെയോ കിട്ടുന്നത്, ബേഡ്സ് ഇടങ്ങോണ്ടാണ്, എനിക്കറിയത്തില്ല. നോക്കാം. നമുക്ക് എന്തായാലും ഈ വിഞ്ചി ഹാൻഡിലൂടെ വെച്ച് തിരിക്കാം, വേഗം തിരിക്കാം ഗൈസ്. നമ്മൾ അതിവിദഗ്ധമായ ബുദ്ധിയെ കളിച്ചുകൊണ്ട് നമുക്കിങ്ങനെ ചുറ്റി കെട്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ഈ ചുറ്റി കൊണ്ട് എങ്ങോട്ടേക്കിടാം, എന്നിട്ട് നമുക്ക് ആ സ്ക്രൂ ഡ്രൈവറും കൊണ്ട് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അതിലൂടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, ചുറ്റി ഇവിടെ കിടക്കട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് സ്ക്രൂ ഡ്രൈവറും കൊണ്ട് നമുക്ക് ശിവറിൽ പോകാം. ഇതെന്താ ഞാനൊന്ന് ഞെട്ടിപ്പോയി എനിക്കൊന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും സ്ക്രൂ ഡ്രൈവർ കൊണ്ട് വെച്ച് തിരിക്കാം. ഇതുവഴി പോകും ഗൈസ്. ഓക്കെ, നമ്മൾ സ്ക്രൂ ഡ്രൈവറിൻ്റെ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇതിൻ്റെ അകത്തുനിന്ന് എന്തായിരുന്നു പാടില്ല, സേഫ് കീ ഇത് തന്നെ. എളുപ്പമുള്ള ബൈക്കാണ്. അതാ സ്ക്രൂ ഡ്രൈവർ ആവശ്യമൊന്നുമില്ല. അപ്പാപ്പൻ എഴുന്നേറ്റു. അപ്പാപ്പൻ എഴുന്നേറ്റു എനിക്ക് മനസ്സിലായി. അപ്പാപ്പൻ എഴുന്നേറ്റെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അപ്പാപ്പനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്നാലും അപ്പാപ്പൻ അവിടെ ആയിരിക്കും. നമുക്ക് ഇവിടുന്ന് അപ്പാപ്പനൊന്ന് വരുമായിരുന്നെങ്കിൽ നമുക്കൊരു ഡോസ് കൊടുക്കാമായിരുന്നു. പുള്ളിനെ കാണുന്നില്ല, അവിടെ ഒരു ചെറിയ വിഷയമുണ്ട്, ചെറിയൊരു പ്രശ്നമുണ്ട് ഗൈസ്. നമ്മുടെ അപ്പാപ്പനെ കാണുന്നില്ല. അപ്പാപ്പൻ അവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പേടിയാണ്. വേറെ നമുക്ക് അപ്പാപ്പനെ തപ്പിത്തെറിഞ്ഞ് നിൽക്കാം. ഈ ജയിലൊക്കെ തട്ടി മറിച്ചു. അപ്പാപ്പന് പിന്നെ ഒട്ടും ചെവിയൊക്കെ അല്ലാത്തതുകൊണ്ട് ഇതിലൊക്കെ കാണുമായിരിക്കും, കാറിൻ്റെ അവിടെയൊക്കെ കാണുമായിരിക്കും. പുള്ളി പറയാൻ പറ്റില്ല. പുള്ളിയുടെ സൗണ്ട് എനിക്ക് കേൾക്കാം, പക്ഷെ പുള്ളിനെ കാണുന്നില്ല. ഇന്ന് വരുവായിരുന്നൊരു ഡോസ് കൊടുക്കായിരുന്നു. നമ്മൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് വേണ്ട ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ അവൻ ബാക്കിയാടിലുണ്ട്, പേടിക്കണ്ട. അവൻ ബാക്കിയാടിലുണ്ട്. ഡോസ് എടുത്ത് കൊടുക്കും. ഇത്തെ ഫോട്ടോ ഒക്കെ പുള്ളിക്കാരൻ തട്ടി മറിച്ചിട്ടായിരുന്നു. പോരാ പാപ്പ, പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോരെ.
കൊണ്ടുവന്ന് ഇവിടെ ഇട്ടങ്ങ് പൂശി. ഇനി നമുക്കൊന്നും പേടിക്കാനില്ല. നമുക്കിനി സേഫ്റ്റി എടുത്തുകൊണ്ട് പോകാം. ഓക്കെ, അപ്പാപ്പം കിടക്കുന്ന കണ്ടില്ലേ? നമുക്ക് വേഗം നമുക്ക് സേഫ്റ്റി എടുത്തുകൊണ്ട് പോകാം. ഒരു പ്രശ്നമില്ല. സേഫ്റ്റി ഇവിടെ കിടക്കട്ടെ കേസ്. നമുക്ക് ചുറ്റി എടുത്തുകൊണ്ട് മറ്റേ സ്പെഷ്യൽ കീ നമുക്ക് തുറക്കാം. സ്പെഷ്യൽ കീ പൊന്നെയൊന്ന് മാറി. എൻ്റെ പൊന്നാവേ, ഇതിനെ കൊണ്ട് എന്തോ കഷ്ടമാണ് ചോദിച്ചത്. നമുക്ക് വേഗം സ്പെഷ്യൽ കീ കൊണ്ടുപോയി ചാർത്താം. വേഗം കൊണ്ടാ ചാർത്താം. സമയമേ ഇല്ല, നമുക്ക് ഓടി കൊണ്ടുപോയി ചേർത്താം. പൊന്നടാവേ, ഇവനാണ് പയ്യെ നടക്കുന്നതുകൊണ്ട് നമ്മൾ അരമണിക്കൂർ എടുക്കും അപ്പുറത്ത് തന്നെ. വേറൊരു സൗണ്ട്, കാറ്റ് വീശുന്ന പോലൊരു സൗണ്ട്. എന്തായാലും വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗം കൊണ്ട് ഇറച്ചി കഷ്ണം നമുക്ക് ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്യാം. പൊന്നെ എട്ടുകാലിയൊന്നും ഒന്ന് പിടിക്കല്ലേ. എട്ടുകാലി അങ്ങോട്ടേക്ക് ഓടിയ തക്കത്തിന് നമ്മൾ വേഗം റെസ്റ്റ് ചെയ്യും. ഇല്ല എൻ്റെ പൊന്നെ, ഞാൻ ഒരു മിനിറ്റത്തേക്കൊന്ന് പേടിച്ചു. സാരമില്ല ഗൈസ്, നമുക്ക് വേഗം താഴേക്ക് പോയി. പാപ്പൻ എഴുന്നേക്ക സമയമായിട്ടുണ്ട്. പുള്ളി ഇതിലേക്ക് ചാടി വരുമോ? ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അടുത്ത സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി സേഫ്റ്റി തുറന്ന് അതും കൂടെ എടുത്തിട്ട് ഓക്കെ ഗൈസ്, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകാം. അയ്യോ, ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായി. സെക്കൻഡ് അറ്റംപ്റ്റ് നോ, നടന്നില്ല. തേർഡ് അറ്റംപ്റ്റ് തേർഡ് അറ്റംപ്റ്റ് ഇത് നടന്നില്ല. എൻ്റെ പൊന്നടാവേ, ഇത് അരമണിക്കൂർ പിടിക്കും കഴിച്ച് നമ്മൾ അവിടെ ചെല്ലണമെങ്കിൽ. എൻ്റെ പൊന്നടാവെന്ന് വേഗം ഒന്ന് അങ്ങോട്ട് ചെല്ലുവോളാ. ഇങ്ങനെ പോയാൽ നമ്മൾ അപ്പാപ്പൻ്റെ അടിമേടിച്ച് കൂട്ടും. പുള്ളി എഴുന്നേറ്റ് കേസ്. എന്നാൽ പിന്നെ നമുക്കൊരു ഇതും കൂടെ ഒരു ഡോസും കൂടെ കൊടുക്കണ്ടല്ലേ. പുള്ളി പാവമല്ലേ കേസ്, പോട്ടെ. പുള്ളി പാവമല്ലേ, നിൽക്കട്ടെ കേസ്. പുള്ളി ഇവിടെ പുള്ളിയുടെ പാടായി. പുള്ളി അവിടെ എങ്ങനെ നിൽക്കട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് കേസ് വേഗം എൻ്റെ പൊന്ന് കേസ് അരമണിക്കൂർ പിടിക്കും കേസ്. നമ്മൾ അരമണിക്കൂറിന് ശേഷം കേസ് അപ്പാപ്പൻ എവിടെയുണ്ടെന്ന് ചേട്ടൻ അവിടെ എന്തോ തെളിയുന്നു. ഓക്കെ അപ്പാപ്പൻ എവിടെ വന്നാലും, കാറിൻ്റെ അങ്ങോട്ട് വന്നാലും എവിടെ വന്നാലും നമ്മൾ കാണും. ഇന്നത്തെ പ്ലേ ഹോസ്റ്റ് ഇരിപ്പുണ്ടല്ലോ. എന്തായാലും ഇതിവിടെ കിടക്കട്ടെ. നമ്മൾ അല്ല വേണ്ട കേസ്, അത് വെച്ച് തിരിച്ചിട്ട് വരാം. ചുമ്മാ സമയം കളയണ്ട, വേഗം പോകാം കേസ് നമുക്ക്. ഓക്കെ ഇതും കൂടെ വെച്ച് തിരിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി ഒറ്റൊരു സാധനം കൂടെ മതി. നമുക്ക് എന്തായാലും വേഗം പോയി ക്രോസ് ബോ എടുത്ത് കൈ പിടിക്കുക. അപ്പാപ്പൻ ഇവിടെ വന്ന് നിന്നാൽ മതിയായിരുന്നു. പുള്ളി ഇവിടെ ഇല്ല ഗൈസ്. പുള്ളി ഇവിടെ വരുമായിരുന്നു, നമുക്കൊരു ഡോസ് കൊടുത്തിട്ട് പോകാമായിരുന്നു. പുള്ളി ഇങ്ങോട്ടേക്കൊന്ന് വരുമായിരുന്നെങ്കിൽ ഒറ്റൊരു ഡോസ് കൊടുത്താൽ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു ഡോസ് കൂടെ മതി. എൻ്റെ പൊന്നടാ, ഈ ഡോർക്ക് അടച്ചിട്ട് എടുത്ത് വെളിയിലോട്ടില്ല. ഇവിടെ കിടക്കണ്ട. നമുക്കിനി അപ്പാപ്പനെ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. പൈസ നമ്മൾ അരമണിക്കൂർ ഇവിടെ ഇങ്ങനെ തന്നെ നിൽക്കുന്നു. പക്ഷെ അപ്പാപ്പൻ്റെ പൊടി പോലും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. എൻ്റെ പൊന്നപ്പാപ്പ ഒന്ന് വരുമായിരുന്നെങ്കിൽ. നടക്കൂലേ പൈസ, നമ്മൾ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കയറി കൊടുക്കാൻ പോവാണ്. പുള്ളി പോയിട്ട് ഈ പുള്ളിയുടെ അരിമണി പോലും കാണുന്നില്ല. ഒറ്റൊരുപടി പുള്ളി എവിടെയെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. ബാക്കിയാടിലോട്ട് പുള്ളി ഇറങ്ങി തോന്നുന്നു. ഇത് പറഞ്ഞിട്ടേക്കാം. പുള്ളി തിരിച്ച് കയറട്ടെ പാപ്പാ. എൻ്റെ പൊന്നെ, അപ്പം ഇവിടെ നിൽക്കട്ടെ. കണ്ടില്ല
ICU. അപ്പോൾ ശരി അപ്പാപ്പ ICUക്കകത്ത് പോക്കോ. നമുക്ക് ആ സമയം കൊണ്ട് ഇനി റെസ്റ്റ് പട്ടിലൊക്കെ കൊണ്ട് പോകാം കേസ്. പിന്നെ അല്ല കേസ് നമ്മളങ്ങനെ സിവർ എസ്കേപ്പ് വിത്ത് അപ്പൂപ്പൻ ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ വരാനായിട്ട് പോകുന്നത് അപ്പൂപ്പൻ വിത്ത് ഷോർട്ട് ഗൺ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരെയും വെച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും. എന്തായാലും ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വീഡിയോ ഇനിയും വരും ഗൈസ്. നമ്മളങ്ങനെ അപ്പാപ്പനെ വെച്ചങ്ങനെ എസ്കേപ്പ് കംപ്ലീറ്റ് ആക്കാനായിട്ട് പോകുന്നു. ഇതിൻ്റെ അകത്തോട്ടൊന്നും കയറുന്നില്ലല്ലോ. ഓക്കെ 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 ഗൈസ്, നമ്മളങ്ങനെ എസ്കേപ്പ് ആകാൻ പോകുന്നു. നിങ്ങൾ നോക്കിക്കോ, അതാണ്ട് എസ്കേപ്പായി. തുറക്കൂ ശിശേ. ബൈ ബൈ ബൈ. ഇനി അപ്പാപ്പനോട് നോക്കിയിരിക്കുമോ? അപ്പാപ്പനോട് നോക്കും ഇല്ല. അപ്പാപ്പനൊന്നും നിൻ്റെ ഇടയിൽ കയറാനായിട്ടുള്ള ആരോഗ്യമില്ലേ? നടുവൊക്കെ ഒടിഞ്ഞ് ബൈ ബൈ. സോ ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പം അടുത്ത ഗ്രാൻഡ് പാ വിത്ത് ഒന്നെങ്കിൽ ഷോർട്ട് ഗൺ ആയിരിക്കും. ഗ്രാൻഡ് പാ വിത്ത് ഷോർട്ട് ഗൺ ഞാൻ നോക്കാം ഗൈസ്. അടുത്ത വീഡിയോ 2-3 ദിവസം കഴിയുമ്പോൾ വരുമായിരിക്കും. അതുവരെ എല്ലാം വെച്ചവർക്കും ബൈ ഗൈസ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ശരി എന്നാൽ.